സൂറത്തുൽ ബഖറയുടെ ആരംഭം മുതൽ ഇന്നലെ ചർച്ച ചെയ്ത ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയതാണ്. ആദ്യം മുഅ്മിനീങ്ങളെ, പിന്നെ പരസ്യമായിട്ടുള്ള കാഫിരീങ്ങളെ, പിന്നെ ഉള്ളിൽ കുഫറുള്ള മുനാഫിഖീങ്ങളെ. എല്ലാം കഴിഞ്ഞുകൊണ്ട് അള്ളാഹു ഈ 3 വിഭാഗത്തിനെയും കൂടി ഒരൊറ്റ വിളി വിളിച്ചതാണ് ഇനിയുള്ള ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. صدق الله العظيم. يا أيها الناس, ഈ വിളിയിൽ എല്ലാവരും പെടും. കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും മുഅ്മിനീങ്ങളും യുക്തിവാദികളും എല്ലാവരും വിടും. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. എന്താണ് അതിൻ്റെ ആ ഘടനാ ഭംഗി എന്നറിയങ്ങൾ? ആദ്യം 3 വിഭാഗത്തെ വേറെ വേറെ പറഞ്ഞു, അവരുടെ ലക്ഷണങ്ങളും പറഞ്ഞു. എന്നിട്ട് എല്ലാരും കൂടി അല്ലാഹു തആല ഒരൊറ്റ വിളി, യാ അയ്യുഹന്നാസ്. പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു ഏൽപ്പിക്കാറുണ്ട്. ഖുർആനിൽ തന്നെ ഖുൽ എന്ന വാക്കിട്ട് കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. കണ്ടോ, ഇത് അങ്ങനെ ഒരു ഖുൽ എന്ന 2 അക്ഷരം കൊണ്ട് ഹബീബിനെ ഏൽപ്പിക്കാതെ അല്ലാഹു തആല നേരിട്ട് സംബോധനം ചെയ്യാം. അതിന്റെ തഫ്സീൽ കാണാൻ ചില മഹാന്മാർ എഴുതിയത് എന്താ വെച്ചാൽ, ഇനി ഒരാളെ ഏൽപ്പിച്ചു പറഞ്ഞു എന്നുള്ള ആവണ്ട, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഏൽപ്പിച്ചു പറഞ്ഞാൽ തന്നെ ധാരാളമാണ്. പക്ഷെ യഥാർത്ഥ ഈമാൻ ഉള്ളിൽ കയറാത്ത ആളുകൾക്ക് അത് അള്ളാഹ് നേരിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നണ്ട, നേരിട്ടാണ്ട് വിളിക്കാണ്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. ഖുർആനിൽ യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗമുണ്ട്. യാ അയ്യുഹന്നാസ് ഉണ്ട്. അതിനെക്കുറിച്ച് ചില മഹാന്മാർ, ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ പറയുന്നത് യാ അയ്യുഹന്നാസ് എന്നതൊക്കെ മക്കിയാണെന്നുള്ളതാണ്, യാ അയ്യുഹല്ലദീന ആമനു എന്നതൊക്കെ മദനിയാണെന്നുള്ളതാണ്. ഈ 2 വിളിയും ഖുർആനിലുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. പക്ഷെ ചരിത്രം നോക്കുമ്പോൾ ചിലതൊക്കെ ഹിജറന്റെ ശേഷമുള്ളതുണ്ട്. എന്നാൽ ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഇവിടെ യാ അയ്യുഹന്നാസ്, യാ എന്ന അക്ഷരം മാത്രം എടുക്കാം ഇൻഷാ അല്ലാഹ്. യാ എന്താണത്? യാ എന്നത് എന്താ? അതൊരു വിഷയമാണ്. യാ എന്നുള്ളത് ഹൃദയത്തിലേക്കുള്ള ഒരു അലാറാണ്. അതിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാനിലുള്ള ചില വാക്കുകൾ മാത്രം ഞാൻ പറയാം. റൂഹുൽ ബയാൻ എന്നുള്ള കിതാബിലുള്ളതാണ്. കിതാബ് ഇവിടെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ വെച്ചാൽ ചില സ്ഥലത്ത് മാത്രമേ ഞാൻ കിതാബ് ഉദ്ധരിക്കാറുള്ളൂ. എന്താ വെച്ചാല് ചില ആളുകളൊക്കെ പിന്നീട് ഉസ്താദ്മാർ വിളിച്ചു ചോദിക്കും അതേതാ കിതാബിൽ നിന്ന്. അവരിനി കണ്ട് ചോദിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ആയത്തിന്റെ തഫ്സീർ അവിടെ എടുത്ത് നോക്കിയാൽ മതി. എന്നാ ഞാൻ ഈ പറയുന്ന വാക്കുകൾ അവിടെ ഉണ്ടാവും. യാ അത് തംബീഹുൽ ഗാഫിലീൻ 1, 2 ഇഹ്ലാറുൽ ഗായിബീൻ, 3 തഅരീഫുൽ ജാഹിലീൻ, 4 തഹരീഖുസ് സാക്കിനീൻ, 5 തശ്വീഖുൽ മുരീദീൻ. ഇതാണ് ഇപ്പൊ യാ. ഈ 5 കൂടി ഞാൻ പറയുമ്പോൾ 5 മണിക്കൂറാവും. അപ്പൊ യാ എന്നുള്ള ഒരക്ഷരം പറയാൻ ചുരുങ്ങിയത് 5 മണിക്കൂർ വേണം. ഞാനെങ്ങനെ ഒന്ന് തൊട്ടു പോവാം. 1 തംബീഹുൽ ഗാഫിലീൻ, അല്ലാണല്ലോ യാ എന്ന് പറയണത്. അപ്പൊ വെറുതെ ആവൂലല്ലോ, നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കും പോലെ അള്ളാഹ് സംസാരിക്കില്ലല്ലോ. അള്ളാഹ് ഒരു അക്ഷരം പറഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും. യാ തംബീഹുൽ ഗാഫിലീൻ.
എന്താ തംബീഹുൽ ഗാഫിലിൻ? ആ പേരിൽ തന്നെ ഒരു കിതാബുണ്ട്, എൻ്റെ അടുത്തുണ്ട്. തംബീഹുൽ ഗാഫിലി എന്നുള്ള പേരില് അബുല്ലൈസ് സമർഖന്ദി എന്ന മഹാനൊരു കിതാബുണ്ട്, എൻ്റെ റൂമിലുണ്ട്. തംബീഹുൽ ഗാഫിലി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത ആളുകളെ ഉണർത്തുക, അതാണ്. കണ്ണടഞ്ഞാല് അലാറം വെച്ചാല് എണീക്കും, പക്ഷെ കൽബടഞ്ഞ എന്താ ചെയ്യാ? അതിന് അലാറം വെച്ചിട്ട് കാര്യമില്ലല്ലോ. കണ്ണടഞ്ഞാ പ്രശ്നമില്ല, അത് തുറന്നോളും. ഇവിടെ അടഞ്ഞാ വലിയ പ്രശ്നമാണ്. ഞാൻ എൻ്റെ പല പ്രസംഗത്തിലും ഉദ്ധരിക്കുന്നൊരു കവിത ഉണ്ട്. ആ കവിത പലപ്പോഴും യാ എന്നുള്ള ഖുർആനിലെ അക്ഷരം വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഓർമ്മ വരിക. ഒരർത്ഥത്തിൽ യാ എന്ന ഖുർആന്റെ അക്ഷരത്തിന്റെ വിശദീകരണമാണ് ആ കവിത. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. അതാണ് ഇവിടെ ഒന്ന് തുറന്നു നോക്ക് എന്നാ പറഞ്ഞത്. ആണ് ഇവിടെ തുറന്നാലേ ഉൾസാരം കിട്ടുള്ളൂ. ഉൾസാരം എന്നുള്ളൊരു സംഗതി ഉണ്ട്, ഇവിടെ തുറന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അള്ളാഹു തആല നമ്മളെ കൽബിന്റെ കണ്ണും കാതും തുറന്നിട്ട് അത് തുറക്കാനാണ് അള്ളാഹു തആല പറയണത്. യാ തംബീഹുൽ ഗാഫിലീൻ, ശ്രദ്ധയില്ലാതെ നടക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിലേക്കുള്ള ഉണർത്ത് പാട്ടാണ്, അറ്റൻഷൻ ബട്ടനാണ്. യാ ഒന്ന്. രണ്ട്, ഇഹ്ലാറുൽ ഗായിബീൻ, ദൂരമുള്ള ആളെ അടുത്തേക്ക് വിളിക്കാൻ. ഇപ്പൊ ഉദാഹരണം, നമ്മളിപ്പോ നിങ്ങളൊന്നിപ്പോ വിളിക്ക, ദൂരമുള്ള ആളെ അയാളെ അടുത്തേക്ക് വരും. ഇവിടെ ഇപ്പൊ അള്ളാന്റെ അടുത്ത് ഇപ്പൊ ഒരാളും ദൂരമായിട്ട് അടുത്തേക്ക് വരൂല. അപ്പൊ അതെന്താണത്? ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന ആള് ദൂരമുള്ള ആളെ പോലെ തന്നെയാണ്. ശ്രദ്ധയില്ലാതിരിക്കുന്ന ആള് ദൂരമുള്ള ആളെ പോലല്ലേ. നമ്മള് പ്രഭാഷകന്മാരും ചില വിളിക്കല്ലേ തൊട്ടുമുമ്പിൽ തന്നെയല്ലേ ആളുകൾ ഇരിക്കണേ. പിന്നെന്താ വിളിക്കണത്? സംഗതി തൊട്ടുമുമ്പിലാണ്, പക്ഷെ ഓന്നുള്ളത് അബുദാബിയിലായിരിക്കും. അതാണ്. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. കൽബുള്ളത് അബുദാബിയിലായിരിക്കും, ശരീരമുള്ളത് പള്ളിയിലായിരിക്കും. കൽബിലുള്ളത് വരയിലായിരിക്കും, ശരീരമുള്ളത് പള്ളിയിലായിരിക്കും. അപ്പൊ ഓനെ കണ്ട് ദൂരമുള്ള ആളെ പോലെയല്ല ഓനെ അടുത്തേക്ക് വിളിക്കാണ്. യാ. രണ്ട്. മൂന്ന്, താരീഫുൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരാനുള്ള പരിചയപ്പെടുത്തലാണിത്. യാ, അതിലെല്ലാരും ഉണരും. ആരപ്പ യാന്ന് പറയണത്? പടച്ചോന്റെ ഭാഗത്തുനിന്നല്ലേ, ആ കലാമിലില്ലാതെ വരണ്. താരീഫുൽ ജാഹിൽ. എന്നിട്ട് പറയാനുള്ളത് പറയും. അപ്പൊ ജാഹില് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലായും ചെയ്ത്. മൂന്ന്, തഹരീഖു സാക്കിനീൻ, അടങ്ങിയിരിക്കുന്ന ആൾക്കാരെ ഇളക്കും. ഒന്നിനും ഉന്മേഷമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഓത്തുമില്ല, ദീനിന്റെ ശ്രമങ്ങളുമില്ല. അനങ്ങാ പാറയുടെ നയം സ്വീകരിച്ചുകൊണ്ട് നിശബ്ദനായി അടങ്ങി അങ്ങനെ ഇരിക്കുക. അവനൊന്നും കണ്ട് പിടിച്ച ഇളക്കാണ്. യാ ഇനി ഒന്നും കൂടി ഉണ്ട്. തസ്വീഖുൽ മുരീദീൻ, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന ആളുകളെ ആഗ്രഹം ഉണ്ടായി കൊടുക്കുക. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് ഇറങ്ങുന്ന മനുഷ്യന്മാര് എല്ലാരും അള്ളാഹിനെ ദാഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാണ്. കുറച്ച് ഇമ്മുള്ളവര്. അതിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ത്വാലിബ്, 2 വാസിത്ത്, 3 വാസില്. ത്വാലിബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ദാഹിച്ച് ഇറങ്ങുന്ന ആളുകളൊക്കെ ത്വാലിബീങ്ങളാണ്. ദാഹിച്ചിറങ്ങി കുറച്ചൊക്കെ അള്ളാഹിനായിട്ട് ബന്ധായി ദ്വാരക്കുമ്പൊക്കെ ഉത്തരം കിട്ടാൻ തുടങ്ങി. അങ്ങനൊക്കെ ആകുമ്പോ വാസിത്തായി. പിന്നൊരു മക്കാമുണ്ട് വാസില്. അവന് പിന്നെ എല്ലാതും അള്ളാഹിനെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ആരെ കണ്ടാലും ആ കണ്ടോനെ അള്ളാഹ്ക്കല്ല. എവിടെ അള്ളാഹിന്റെ കുതിർത്ത്? ഇതൊക്കെ വെറും ചിത്രങ്ങൾ മാത്രം. മാ റഅയ്തു ശൈഅൻ ഇല്ലാ റഅയ്തു ബഅദഹു അല്ലാഹ്, മാ റഅയ്തു ശൈഅൻ ഇല്ലാ റഅയ്തു ഫീഹി അല്ലാഹ്, മാ റഅയ്തു ശൈഅൻ ഇല്ലാ റഅയ്തു ഖബ്ലഹു അല്ലാഹ്. 3 വിധാനാണത്. ഒന്ന്, ചില ആളുകൾ എന്ത് കണ്ടാലും അതിനുശേഷം അള്ളാഹിന്റെ കുതിർത്ത് മനസ്സിലാവും. അള്ളാഹിന്റെ കുതിരത്താണ് അവന്റെ മനസ്സിലുണ്ടാവുക. നമ്മളൊരു കല്ലെടുത്തിട്ട് ഒരു നായനെ എറിഞ്ഞാല്, കല്ല് തട്ടിയത് ആ നായന്റെ ശരീരത്തിൽ കല്ലാണ് തട്ടിയത്. ഈ നായനെ ഡയറക്റ്റ് വേദനിപ്പിച്ച കല്ലാണ്. പക്ഷെ നായ തിരിഞ്ഞ് കുരക്കല് കല്ലിന്റെ നേർക്കല്ല. ആരെ നേർക്കാ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കല്ലെടുത്തിട്ട് നായനെ എറിഞ്ഞാൽ ഈ കല്ലിലേക്ക് നോക്കിയിട്ടാണോ നായ കുരക്കല്? കാരണം എന്താ? നായക്കറിയാം അത് ശരീരത്തെ തട്ടിട്ട് വേദനാക്കിയ കല്ലാണെങ്കിലും കൊടുത്തു വിട്ട ഒരാള് അപ്പുറത്തുണ്ട് എന്നറിയാം. ഈ ഒരു ബോധം പോലും അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കില്ല. നമുക്ക് എന്തെങ്കിലും നിയമത്ത് കിട്ടിയാൽ ആ കിട്ടിയ ആള് ആ സബബിലെ നമ്മൾ ഉടഞ്ഞിക്കുന്നത്, മുസബിബിലേക്ക് പോണില്ല. വാസിൽ അങ്ങനെയല്ല, എന്തുണ്ടെങ്കിലും മുസബിബായിരിക്കും.
എന്തുണ്ടെങ്കിലും മുസബിബ്, സബബിൽ അടഞ്ഞിക്കൂല, മുസബിബായിരിക്കും. ബിശ്റുൽ ഹാഫി എന്നുള്ളൊരു മഹാനുണ്ടായിരുന്നു. അവർക്ക് രോഗശൈലി കിടക്കണമയത്ത് കുടുംബക്കാർ കുറെ അവരെ ഡോക്ടറെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അമ്രലനി ത്വബീബി, എനിക്ക് ഈ രോഗം ഉണ്ടാക്കിയെന്ന് എന്റെ ഡോക്ടറാണ്, നീ ഏത് ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പോകാനെന്ന് വെച്ചു. ഓൻ ഇഷ്ടം മാറ്റിക്കോട്ടെ. നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകണം, ചികിത്സിക്കണം, അതൊക്കെ വേറെ. ഇത് അക്മലായ തവക്കുലാണ്. അവര് ഡോക്ടർമാരൊന്നും തിരിഞ്ഞു നോക്കൂല. അമ്രലനി ത്വബീബി, അമ്രലനി ത്വബീബി, എനിക്ക് രോഗം ഉണ്ടാക്കിയതിന്റെ ഡോക്ടറാണ്, പിന്നെ എവിടുക്ക ഞാൻ പോണ്? അപ്പൊ അവരെ മൂത്രം എടുത്തിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുകൊടുത്ത്. ക്രിസ്ത്യാനിയായിരുന്നു ഡോക്ടർ, പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡോക്ടർ പെട്ടെന്ന് രക്തമൂത്രാണെങ്കിലും പരിശോധിച്ചിട്ട് പെട്ടെന്ന് റിസൾട്ട് പറയുന്ന ആളാണ്. പക്ഷെ അന്ന് പറയണില്ല, അയാൾ മാറി മാറി നോക്കിയിട്ട് പൊട്ടിക്കരയാണ്. ഈ കൊണ്ടുവന്നത് ആരതാണ്, ഈ കൊണ്ടുവന്ന ആളുകൾ ആരാന്നൊന്നും ഡോക്ടർക്ക് അറിയില്ല. മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ജൂതനാണോ ഇതൊന്നും അറിയില്ല. ഡോക്ടർ പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ സാധാരണ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞ ആൾ, അപ്പൊ നിങ്ങൾ മാഞ്ഞാളം കാട്ടുകയാണല്ലോ, മനുഷ്യന്മാരെ കളിയൊക്കെ എന്തെങ്കിലും ഒന്ന് പറയുന്നറിഞ്ഞു. അപ്പൊ പറഞ്ഞു, ഈ മൂത്രം ബിശ്റുൽ ഹാഫി എന്ന മഹാന്റെതല്ലേ എന്ന് വെച്ച്, നിങ്ങൾ മുസ്ലിങ്ങളല്ലേ എന്ന് വെച്ച്. ആന്നറിഞ്ഞ് ഉടനെ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാരണം ദൈവത്തെ ഭയന്ന് ഹൃദയം മുരുകിയ ഒരാളുടെ മൂത്രാണത്. അങ്ങനെ ഒരാൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ബിശ്റുൽ ഹാഫി എന്ന മഹാനാണ്. അതുകൊണ്ട് ഞാൻ ഇസ്ലാം വിശ്വസിക്കുകയാണ്. അതാണ് വാസി. അള്ളാഹിലേക്ക് എത്തിയ ആള്, അള്ളാഹിലേക്കാണ്ട് എത്തി, പിന്നൊക്കെ അല്ലായിരിക്കും. അപ്പൊ യാ എന്നുള്ളത് അങ്ങനത്തെ ആളുകൾക്കും, യാ എന്നുള്ളത് ഓരോ ആളുകൾക്കുണ്ട്, ഓരോ ആളുകൾക്കും. കാഫിറിനെയാണ്ട്, മുനാഫിഖിനെയാണ്ട്, മുഅ്മിനെയാണ്ട്, മുരീദിനെയാണ്ട്, വാസിലിനെയാണ്ട്, വാസത്തിനെയാണ്ട്, താലിബിനെയാണ്ട്. യാന്ന് അല്ലാണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും അതിൽ അലയോലി ഉണ്ടാവും. നമുക്കും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ബാക്കി യാ അയ്യുഹന്നാസ് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. പ്രസനെ പറഞ്ഞും കേട്ടും കബൂലാക്കണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ദില്ലത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ഈമാൻ നൽകണേ അല്ലാഹ്, വർദ്ധിപ്പിക്കണേ അല്ലാഹ്, സ്ഥിരത നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വല്ലാത്ത വസ്വാസിന്റെ കാലാണ്. ഇന്നലെ ഞാൻ രാത്രി വാഴ് കഴിഞ്ഞിട്ട് വരുമ്പോ മംഗലാപുരത്തുനിന്ന് കയറി ട്രെയിനിൽ ഇങ്ങനെ ഉറക്കം വരുന്നില്ല. പൊരുത്തന്റെ പ്രസംഗം കേട്ടു, ഒരാളെ അയച്ചെന്ന. ഓരോരുത്തരിങ്ങനെ അയച്ചു തരുമ്പോൾ ഒരാൾ കേൾക്കുക. അപ്പോ വെറും വസ്വാസാക്കണം പ്രസംഗം. സഹാബാക്കളിൽ ചില ആളുകളൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അതിന് എവിടൊക്കെയുള്ള എഴുത്തും കുത്തും കിതാബുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഉമ്മത്തിനെ പഴപ്പിക്കുന്ന പ്രസംഗം. എന്തായാലും പേര് മുസ്തഫ എന്നോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പഠിച്ചവനെ, ഞങ്ങളെയും ഞങ്ങളെ ചെറുപ്പക്കാരെയും ഞങ്ങളെ തലമുറയും എല്ലാവിധ പിഴവുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഈമാനിനെ വളർത്തണേ അല്ലാഹ്, ഉയർത്തണേ അല്ലാഹ്, പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സംശയാലുക്കളിൽ പെടുത്തല്ലേ അല്ലാഹ്, ഗാഫിലീങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾ പറയുന്നതും കേട്ടും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപമാന നിന്ദതയിൽ നിന്ന്, പരിഹാസ പരാജയങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, ചതിയന്മാരിൽ നിന്ന്, അള്ളാഹുവെ, മാരണങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടലിലും കരയിലും യാത്ര ചെയ്യുന്നവരും പണിയെടുക്കുന്നവരുമാണ്. കുടുംബത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ നീ കുഴക്കല്ലേ അല്ലാഹ്, നീ കിടത്തല്ലേ അല്ലാഹ്, രോഗത്തിലാക്കല്ലേ അല്ലാഹ്, കൊടുക്കല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെല്ലാവരെയും ഇതിനേക്കാൾ സന്തോഷത്തോടെ സ്വർഗത്തിലാക്കി തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് മുഴുവൻ നിന്റെ ത്വാഴത്തിലാക്കി തരണേ അല്ലാഹ്. മഅസിയത്തിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീലാക്കി തരണേ അല്ലാഹ്. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. اغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا
ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.